Arcade on the beat. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. Everything I do so ഇപ്പം ഇതാണ് ഇപ്പോൾ കോലം. കുറേ കാലം ശേഷം ഇപ്പോഴാണ് പുറത്തിറങ്ങിയത്. യാത്ര നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിലും പുറത്തിറങ്ങാൻ പറ്റാത്ത സിറ്റുവേഷനാണ്. എന്നാലും ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങി, എന്നാൽ എന്നെപ്പോലെ ഒരു വീട്ടിൽ നിന്ന് മടി കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീണ്ടും ഒരു സൈക്കിൾ സീരീസായിട്ട് വീണ്ടും തന്നെയാണ്. ഇതിനൊരു പേര് വിളിക്കാൻ പറ്റില്ല. ഇത് എങ്ങോട്ടില്ല അങ്ങോട്ടുമില്ല, എങ്ങോട്ടങ്ങ് പോണ യാത്ര. ഒരു സ്ഥലമായിട്ട് വിളിക്കാനും പറ്റില്ല. ജസ്റ്റ് മാറ്റാൻ കേട്ടോ, വേറൊന്നും കൊണ്ടല്ല. ഈ യാത്ര എങ്ങോട്ടും പോകും, ഇതിനൊരു പേരുമില്ല. ഒരു എത്തും പിടിയില്ലാത്ത യാത്രയാണ്. സൈക്കിളിൽ തുടങ്ങുന്ന ചുമ്മൊരു യാത്ര. ഈ സിറ്റുവേഷനിൽ എങ്ങും പോകാൻ പറ്റില്ല എങ്കിലും ചുമ്മാ വൈകുന്നേരങ്ങളിൽ ഒരു ചെറിയൊരു സഞ്ചാരം, ഒരു സൈക്കിൾ എടുത്തിട്ടുള്ള തൊട്ടടുത്തുള്ള ഏരിയകൾ മാത്രമായിരിക്കും ഒരു യാത്ര. എന്നാലും ആരെയും ബോറടിപ്പിക്കാണ്ട് ചെറിയൊരു യാത്രയാണ്. എല്ലാവരും സഹകരണത്തോടെ ഞാൻ തുടങ്ങിയിട്ടാണ്. ഫുഡ് ആൻഡ് ട്രാവലിൻ്റെ മറ്റൊരു വീഡിയോയ്ക്ക് ഹാർദ സ്വാഗതം. പിന്നെ നമ്മുടെ നാട് ഇപ്പം എന്ത് ബ്യൂട്ടിയാണ്, കാണാൻ കൊതിയാണ്. ഇത്രയും ദിവസം വീട്ടിൽ നിന്നപ്പോൾ നാടിനെ വീണ്ടും വീണ്ടും സൗന്ദര്യം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇതേണ്ട അസ്തമിക്കാൻ പോണു, വെറൈറ്റിയാണ് കേട്ടോ. വളരെ വളരെ നല്ലതാണ് കേട്ടോ. അസ്തമിക്കാൻ പോണ സൂര്യൻ എന്താ നിൽപ്പുണ്ട്. എനിക്കിപ്പോൾ പറയാൻ പറ്റാത്ത വാക്കുകൾ, ഒരു രക്ഷയില്ലാത്ത വളരെ ഭയങ്കര വീട്ടിൽ നമ്മുടെ പടിഞ്ഞാറാണിത്. പിന്നെ ഈ റോഡും കണ്ട, റോഡ് കണ്ട, ഈ റോഡ് എന്ത് നല്ല ഭംഗിയാണെന്നറിയോ. ഞാൻ ഗോപ്രോവും സൈക്കിളും കൂടിയുള്ള ഒരു യാത്ര. ഈ ഗോപ്രോ വാങ്ങിച്ചിട്ട് ഞാൻ ഇതുവരെ ഈ സൈക്കിളെടുത്ത് ഇങ്ങനെ യാത്ര ചെയ്തിട്ടില്ല. പക്ഷേ ഇപ്പം ഈ സമയങ്ങളിൽ എനിക്ക് ഒരു തോന്നി, ഞാൻ പുറത്തിറങ്ങി ഫുൾ ടൈം വീട്ടിലാണ് ഇരിക്കണം, എന്നാലും ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങി ഇങ്ങനത്തെ ഒരു യാത്ര പോകാൻ തോന്നി. ഇതൊരു തുടക്കമാണ്. ശരിക്കും വീട്ടിലിരുന്ന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതിൽ ഭയങ്കര സമയവും ഭയങ്കര എന്താന്ന് പറയാം, എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് പുറത്തിറങ്ങിയത്. പിന്നെ വേറെ എന്താ പുതിയ ഈ റോഡുണ്ടോ? ശരി, ഞാൻ പോട്ടെ. ഈ വഴി നന്നായിട്ട് ടാർ ചെയ്താക്കണ നമ്മുടെ പഞ്ചായത്തിൻ്റെ മെമ്പർ രതീഷ് എന്നാണ്. പുള്ളിക്ക് എനിക്ക് ഇഷ്ടം. എന്തായാലും നല്ല റോഡ് നന്നായിട്ട് ടാറിങ്ങും എല്ലാം ചെയ്തിട്ടുണ്ട്. കണ്ടോ, നല്ല അത്യാവശ്യം എല്ലാം ചെയ്തേക്കണ വഴിയാണ്. ഈ റോഡ് നമുക്ക് ആ ജംഗ്ഷനിലെത്താം കേട്ടോ. നമ്മുടെ എഴിക്കരയ്ക്ക് ഐസ് പ്ലാനിൽ അവിടെ എത്തണ റോഡാണ്. നമ്മുടെ സൈക്കിളും കൂടെ ഉണ്ട് കേട്ടോ. എന്താ നമ്മുടെ അവിടെ നിന്ന്, ഞാനിപ്പോൾ അവിടെ നിന്ന് സ്ഥലത്ത് നിന്നുള്ള റോഡ് ഈ വഴി നമ്മുടെ ഏഴിക്കര കണ്ട ഐസ് പ്ലാന്റ് തൊട്ട് സൈഡിൽ കണ്ട അവിടെ കണ്ട ആ സൈഡിൽ കണ്ടാണ് ഐസ് പ്ലാന്റ്. അതിൻ്റെ അവിടെ കൂടി ഈ പാലത്തിൻ്റെ അവിടെയൊക്കെ എത്തും. ഇവിടെ ഒരു മത്സ്യ മാർക്കറ്റ് ഉണ്ട് ഏഴിക്കര. പക്ഷെ ഇപ്പോഴത്തെ ആ സമയത്ത് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. ഞാനേ
കുറേ നാളത്തെ ശേഷം ഒന്ന് പുറത്തിറങ്ങിയതാണ്. വീട്ടിൽ നിന്ന് ബോറടിക്കാനും പുറത്തിറങ്ങിയാണ്. അപ്പോൾ ഓരോരുത്തർ എന്താണ് ഈ കൊറോണയായിട്ടൊക്കെ അവിടെ പോകുന്നത് എന്നോട്. ചുമ്മാ ഇറങ്ങിയതാണ്. നമ്മ വീട്ടിൽ നിന്ന് ബോറടിക്കുമ്പോൾ ഒന്ന് പുറത്തോട്ടിറങ്ങി ഉള്ള നമ്മളെ പാടത്തോട്ടും പിന്നെ ഈ സൈഡിലോട്ടൊക്കെ ചുമ്മാ ഇപ്പം മാസ്ക് വെച്ച് പുറത്തിറങ്ങാൻ പാടില്ല. അതാണ് കണ്ടോ നമ്മുടെ ഈ ഏരിയയിൽ എൻ്റെ പള്ളിക്കാവിൻ്റെ പുതിയ ഈ റോഡാണ്. ഇതിലോട്ടൊക്കെ വെറുതെ ചുമ്മാ എന്നാണ്. നമ്മളെന്തായാലും ഈ യാത്രനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇത് എങ്ങോട്ട് നിന്നുള്ള യാത്രയാണ്, ചുമ്മാ ഒരു യാത്ര, ഒരു പേര് വിളിക്കാൻ പറ്റാത്തൊരു യാത്രയാണ്. അപ്പോൾ എല്ലാവരും നമ്മൾ കണ്ട് സപ്പോർട്ട് ചെയ്യുക. കണ്ടെത്തവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ അടിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തായാലും ഇനിയും ഉണ്ടാവും. ഇനിയും മുടങ്ങാതെ ഇടാൻ സർവേശ്വരനോട് പ്രവർത്തിക്കാം. എന്തായാലും ഇത് ഇനിയും മുടങ്ങാണ്ട് ഇടാൻ പറ്റുമെന്ന് വിശ്വാസത്തോടെ നിർത്തുന്നു. ടാറ്റാ.